നല്ലായിരുന്നു. മൊത്തത്തിൽ ഫൈറ്റും എല്ലാം നല്ലായിരുന്നു. എല്ലാവരും നല്ലോണം ചെയ്തിട്ടുണ്ട്. നൈസ് ഹോം രസമുണ്ട് നമുക്ക്. കാരണം രണ്ടുപേരും നമ്മുടെ പ്രിയപ്പെട്ട ആൾക്കാരാണ്. അപ്പോൾ രണ്ടുപേരും ഒരുമിച്ച് കാണുന്ന സമയത്തുള്ളൊരു ഭയങ്കര ഫീൽ കിട്ടുന്നുണ്ട്. ചേട്ടൻ്റെ റിവ്യൂ ഒക്കെ കണ്ട് ഇൻസ്റ്റാഗ്രാം പൊട്ടിത്തെറിച്ച് വന്നതാണ്. നല്ല നമ്മൾ യൂഷ്വലി ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നതിനേക്കാളും ഇച്ചിരി ഒരു ഡിഫറെൻ്റ് ഒരു സംഭവമായിരുന്നു. നല്ലായിരുന്നു. മൊത്തത്തിൽ ഫൈറ്റും എല്ലാം നല്ലായിരുന്നു. എല്ലാവരും നല്ലോണം ചെയ്തിട്ടുണ്ട്. കോംബോ അടിപൊളിയായിരുന്നു. അങ്ങനെ ഒരു സംഭവം നമ്മൾ കണ്ടിട്ടില്ലാത്തതുകൊണ്ട് തന്നെ കുറച്ച് ഫ്രഷ് ആയിരുന്നു പരിപാടി. നല്ലായിരുന്നു. മൊത്തത്തിൽ നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. ഡിഫറെൻ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നു, ഞാൻ കൂടുതൽ പുള്ളിയുടെ റൊമാൻസിൻ്റെ ഇതിൻ്റെ ഒരു ഫാനാണ്. അപ്പം അതിൽ നിന്ന് ഇച്ചിരി ഒരു വ്യത്യാസം ഉണ്ട് ഇതിൽ എന്നാണ് എനിക്ക് തോന്നിയത്. നല്ലതായിരുന്നു. സോങ്ങും മ്യൂസിക്കും ഒക്കെ നല്ലതായിരുന്നു. മൊത്തത്തിൽ നല്ല എക്സ്പീരിയൻസ്. ക്ലൈമാക്സ് പ്രെഡിക്റ്റബിൾ കുറച്ച്. പുള്ളി നല്ലതായിരുന്നു. നല്ലോണം ചെയ്തിട്ടുണ്ട്. അടിപൊളിയായിരുന്നു. പിന്നെ ഐശ്വര്യലക്ഷ്മി ഉണ്ടായിരുന്നു. പുള്ളിക്കാരി നല്ലോണം ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാവരും നല്ലതായിരുന്നു. ഇപ്പോൾ നല്ലോണമായിരുന്നു. എല്ലാവരും അടിപൊളി പെർഫോമൻസ്. കമൽ സാറിൻ്റെ ആയാലും STRൻ്റെ ആയാലും തൃഷ നൈസ് ആയിട്ടുണ്ടായിരുന്നു. ആ കോംബോ ചിമ്പു നൈസ് ഹോം രസമുണ്ട് നമുക്ക്. കാരണം രണ്ടുപേരും നമ്മുടെ പ്രിയപ്പെട്ട ആൾക്കാരാണ്. അപ്പോൾ രണ്ടുപേരും ഒരുമിച്ച് കാണുന്ന സമയത്തുള്ളൊരു ഭയങ്കര ഫീൽ കിട്ടുന്നുണ്ടായിരുന്നു. മാത്രമല്ല കമൽ സാറിൻ്റെയും റഹ്മാൻ്റെയും മണി സാറിൻ്റെ എല്ലാം കോംബോ ഒരുപാട് കഷം ഇങ്ങനെ കാണുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു സാധനം ഭയങ്കരമായിട്ട് ഫീൽ കിട്ടുന്നുണ്ടായിരുന്നു. നൈസ്. ടെക്നിക്കലി കിടിലുണ്ട്. ഇനി മ്യൂസിക് സൈഡും പിന്നെ സിനിമാറ്റോഗ്രഫി അടിപൊളിയായിരുന്നു. സിനിമാറ്റോഗ്രഫി കാരണം ഈവൻ കുറച്ച് സ്നോഫോളിൻ്റെ ഫ്രെയിംസ് ഉണ്ട്. കാര്യങ്ങളെല്ലാം അടിപൊളിയായിരുന്നു കാണാനായിട്ട്. മീൻസ് അതിൻ്റെ ഒരു കളർ ഗ്രേഡിങ്ങും രസമായിരുന്നു കണ്ടുകൊണ്ടിരിക്കാനായിട്ടൊക്കെ. നൈസായിട്ടുണ്ടായിരുന്നു. ഒരു ക്ലാസ് സാധനമാണ് പിടിച്ചിരിക്കുന്നത്. നൈസ്. എല്ലാവർക്കും നല്ലൊരു സ്ക്രീൻ പ്രസൻസ് കിട്ടുന്നുണ്ടായിരുന്നു. അല്ലെങ്കിൽ എല്ലാവർക്കും നല്ല പെർഫോം ചെയ്യാനുള്ള സ്പേസ് ഉണ്ടായിരുന്നു. ആരും അങ്ങനെ ചെറിയ ചെയ്യുന്ന പോലെ കോമഡി പീസാക്കി വിടുന്ന പരിപാടിയൊന്നുമല്ല. എല്ലാവർക്കും നല്ല സ്പേസ് കൊടുത്ത് അല്ലെങ്കിൽ അവരുടെ കാലിബർ അനുസരിച്ചുള്ള സാധനങ്ങൾ കൊടുത്ത് വിടുമായിരുന്നു. നൈസായിരുന്നു. ഉറപ്പായിട്ടും പറയാൻ പറ്റും. കാരണം ഇത് തിയേറ്ററിൽ കണ്ടാൽ ഒരു കണക്ട് ആവത്തുള്ളൂ. അങ്ങനത്തെ ഒരു പടമാണ്. രസമാണിത്. പടം അടിപൊളിയായിട്ട് ഞാൻ മോളെ പടം എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പർ പടമല്ലേ? നല്ല സിനിമയാണോ? ചേട്ടായുടെ കൂടെ അല്ലേ കണ്ടേ? എങ്ങനെയുണ്ട് പടം? കണ്ട ഈ കുഞ്ഞിന് വരെ ഇഷ്ടപ്പെട്ട സിനിമ. ഇനി ഇതിൽ കൂടുതൽ എന്താ 4 വയസ്സുള്ള ഒരു കുഞ്ഞാണ്. ഇത് വൈറൽ താരമാണ്. ഇൻസ്റ്റാഗ്രാമൊക്കെ പൊട്ടിത്തെറിപ്പിക്കുന്ന ആളാണ്. ഇത് വൈറൽ താരമാണ്. നിങ്ങളത് കണ്ടുവച്ചു. ചക്കീസ് എന്നാണ് കേട്ടോ. അപ്പോൾ അത് ചേട്ടൻ്റെ റിവ്യൂ കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് ചേട്ടനെ അന്വേഷിച്ച് ഇവിടം വരെ വന്നേക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ചേട്ടൻ്റെ റിവ്യൂ ഒക്കെ കണ്ട് ഇൻസ്റ്റാഗ്രാം പൊട്ടിത്തെറിച്ച് വന്നതാണ്. പക്ഷെ എന്തായാലും കൊച്ചിനെ കൂടെ ഒന്ന് സൂം ചെയ്തിട്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് സിനിമ നല്ല സിനിമയാണ്. തഗ് ലൈഫ് എന്ന് പറയുന്ന സിനിമ എന്തായാലും നമുക്ക് പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടും. 100% ഇഷ്ടപ്പെടും എന്നുള്ള ഉറപ്പാണ്. കുറച്ച് ആൾക്കാർ ഇതിന് നെഗറ്റീവ് പറയുന്നുണ്ട് സിനിമയ്ക്ക്. അത് അവരുടെ ഒപ്പീനിയൻ എന്ന് പറഞ്ഞാൽ മറ്റ് പല ഉദ്ദേശങ്ങളുണ്ടാകാം.